ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ട്രിക്കി ആയിട്ടുള്ള 2 ഗ്രാമർ പാറ്റേൺസ് ആണ്. വിത്തൗട്ട് പ്ലസ് V4 ആൻഡ് വിത്തൗട്ട് ബീയിങ് പ്ലസ് V3. ഈ 2 ഗ്രാമർ പാറ്റേൺസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഈ 2 പാറ്റേൺസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വിത്തൗട്ട് പ്ലസ് V4. എന്താണ് V4 എന്ന് പറയുന്നത്? വേർബിൻ്റെ 4th ഫോം. ഒരു വേർബിനോടുകൂടി ING ചേർത്ത് കിട്ടുന്ന രൂപം ആണ് V4 ഫോം. ഫോർ എക്സാമ്പിൾ പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, അതിൻ്റെ കൂടെ ING ചേർത്താൽ പ്ലേയിങ്. റൺ എന്നതിൻ്റെ കൂടെ ING ചേർത്താൽ റണ്ണിങ്. ടോക്ക് ടോക്കിംഗ്. സിങ് സിംഗിങ്. സ്വിം സ്വിമ്മിങ്. വാക്ക് വാക്കിംഗ്. റീഡ് റീഡിങ്. റൈറ്റ് റൈറ്റിംഗ്. അങ്ങനെ ഇതൊക്കെയാണ് V4 ഫോം എന്ന് പറയുന്നത്. അതിന് മുന്നിൽ V4 ഫോമിന് മുന്നിൽ വിത്തൗട്ട് ചേർക്കുന്നത്. വിത്തൗട്ട് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാതെ, സംസാരിക്കാതെ. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നല്ലേ. അപ്പോൾ വിത്തൗട്ട് ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാതെ. വിത്തൗട്ട് റണ്ണിങ് ഓടാതെ. വിത്തൗട്ട് വാക്കിംഗ് നടക്കാതെ. വിത്തൗട്ട് സിംഗിങ് പാടാതെ. അങ്ങനെ. ഹി ലെഫ്റ്റ് വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. ഗുഡ് ബൈ പറയാതെ അവൻ പോയി. ഹി ലെഫ്റ്റ് വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. വിത്തൗട്ട് കഴിഞ്ഞിട്ട് V4 ഫോം സേ പ്ലസ് ING സേയിങ് ഉപയോഗിച്ചു, പറയാതെ. ഹീ ഡ്രോവ് ദ ഹോൾ നൈറ്റ് വിത്തൗട്ട് സ്റ്റോപ്പിംഗ്. ഹീ ഡ്രോവ് ദ ഹോൾ നൈറ്റ്. രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്തു. എങ്ങനെയാ? വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, നിർത്താതെ. വിത്തൗട്ട് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് പ്ലസ് ING. നിർത്താതെ രാത്രി മുഴുവൻ വണ്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്, ഡ്രൈവ് ചെയ്തു. ഹീ ഗോട്ട് ദ ജോബ് വിത്തൗട്ട് ഹാവിങ് എനി പ്രയർ എക്സ്പീരിയൻസ്. പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ലാതെ, മുൻ പരിചയം ഒന്നും ഇല്ലാതെ അവന് ജോലി കിട്ടി. വിത്തൗട്ട് ഹാവിങ്, അതൊന്നും ഇല്ലാതെ, പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാതെ എന്ന മീനിങ് ആണ്. വിത്തൗട്ട് കഴിഞ്ഞിട്ട് ഹാവിങ്, ഹാവ് പ്ലസ് ING. ഹാവിൻ്റെ V4 ഫോമാണ് ഹാവിങ്. ഹീ പാസ്ഡ് ദി എക്സാം വിത്തൗട്ട് സ്റ്റഡിയിങ്. വിത്തൗട്ട് സ്റ്റഡിയിങ് പഠിക്കാതെ അവൻ എക്സാം പാസ്സായി. അപ്പോൾ അതാണ് വിത്തൗട്ട് പ്ലസ് V4 ഫോം ഉപയോഗിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത ഒരു പാറ്റേൺ നമുക്ക് പഠിക്കാനുള്ളത് വിത്തൗട്ട് പ്ലസ് ബീയിങ് പ്ലസ് V3 ഫോമാണ്. V3 ഫോം എന്ന് പറയുന്നത് ഒരു വേർബിൻ്റെ 3rd ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയാം. ഓരോ വേർബിനും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാകും. പ്ലേ എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പ്ലേയിഡ് എന്നാണ്. സിങ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സങ് എന്നാണ്. റൈറ്റ് എന്നതിൻ്റെ റിട്ടൺ എന്നാണ്. കം എന്നതിൻ്റെ കം എന്ന് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അങ്ങനെ ഓരോ വേർബുകൾക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടാകും. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഓരോ വേർബിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അറിഞ്ഞിരിക്കണം. വിത്തൗട്ട് കഴിഞ്ഞ് ബീയിങ് കഴിഞ്ഞിട്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കേണ്ടത്. വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞാൽ സീൻ എന്നത് സീ എന്ന കാണുക എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞാൽ കാണപ്പെടാതെ. വിത്തൗട്ട് ബീയിങ് എൻകറേജ്ഡ് എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യപ്പെടാതെ. എൻകറേജ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് എൻകറേജ്ഡ്. അപ്പോൾ എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതെ. വിത്തൗട്ട് ബീയിങ് ഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷണിക്കപ്പെടാതെ. വിത്തൗട്ട് ബീയിങ് ക്രിറ്റിസൈസ്ഡ്, ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിമർശിക്കുക. അപ്പോൾ വിത്തൗട്ട് ബീയിങ് ക്രിറ്റിസൈസ്ഡ് എന്ന് പറയുമ്പോൾ വിമർശിക്കപ്പെടാതെ. ഇത് പാസീവ് വോയിസിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹി വെൻറ്റ് ടു ദ പാർട്ടി വിത്തൗട്ട് ബീയിങ് ഇൻവൈറ്റഡ്. അദ്ദേഹം പാർട്ടിക്ക് പോയി. എങ്ങനെ? ക്ഷണിക്കപ്പെടാതെ. ആരും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഇവിടെ ഹീ വെൻറ്റ് ടു ദ പാർട്ടി, ഹീ എന്നത് സബ്ജക്റ്റാണ്. പക്ഷേ സബ്ജക്റ്റ് അല്ല ആ ആക്ഷൻ ചെയ്യുന്നത്. ക്ഷണിക്കപ്പെടാതെ, മറ്റുള്ളവരല്ലേ ക്ഷണിക്കേണ്ടത്. അദ്ദേഹം ക്ഷണിക്കപ്പെട്ടില്ല. ഹീ വെൻറ്റ് ടു ദ പാർട്ടി വിത്തൗട്ട് ബീയിങ് ഇൻവൈറ്റഡ്. The thief escaped without being caught. തീഫ്, കള്ളൻ
എസ്കേപ്പ് ചെയ്തു, രക്ഷപ്പെട്ടു. എങ്ങനെയാ? വിത്തൗട്ട് ബീയിങ് കോട്ട്. കോട്ട് എന്നത് ക്യാച്ച്, പിടിക്കുക എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പോൾ കള്ളൻ പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടു. പിടിക്കേണ്ടത് ആരാണ്? മറ്റുള്ളവരല്ലേ, പോലീസല്ലേ പിടിക്കേണ്ടത്. അപ്പോൾ പിടിക്കപ്പെടാതെ കള്ളൻ രക്ഷപ്പെട്ടു. അതും ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഷീ ക്ലീൻഡ് ദ ഹൗസ് വിത്തൗട്ട് ബീയിങ് ടോൾഡ്. അവൾ ഹൗസൊക്കെ ക്ലീൻ ചെയ്തു, ആരും പറയാതെ തന്നെ. പറയപ്പെടാതെ എന്ന് പറഞ്ഞാൽ ആരും അവളോട് പറഞ്ഞില്ല, പക്ഷേ അവൾ ക്ലീൻ ചെയ്തു. അപ്പോൾ വിത്തൗട്ട് ബീയിങ് ടോൾഡ്, ആ ഒരു ഭാഗം വിത്തൗട്ട് ബീയിങ് ടോൾഡ് എന്നത് ഒരു പാസീവ് വോയിസ് ഫോം ആണ്. വിത്തൗട്ട് ബീയിങ് പ്ലസ് V3 അത് ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സിറ്റുവേഷൻസിലാണ്. ഇപ്പോൾ ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു, എൻകറേജ് ചെയ്യപ്പെടാതെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് അവൾ കാര്യങ്ങൾ ചെയ്താൽ മറ്റുള്ളവരുടെ എൻകറേജ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല, എങ്കിലും അവൾ അത് ചെയ്തു. എൻകറേജ് ചെയ്യപ്പെടാതെ, പ്രോത്സാഹിപ്പിക്കപ്പെടാതെ എന്ന് പറയില്ലേ. അപ്പോൾ ആ ഒരു പാർട്ട് പാസീവ് വോയിസ് ഫോമാണ്. ദ കേക്ക് വാസ് ഈറ്റൺ വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. മറ്റുള്ളവരാരും നോട്ടീസ് ചെയ്യാതെ തന്നെ, നോട്ടീസ് ചെയ്യപ്പെടാതെ കേക്ക് കഴിച്ചു. ദ കേക്ക് വാസ് ഈറ്റൺ. കേക്ക് വാസ് ഈറ്റൺ എന്ന് പറയുമ്പോൾ അതൊരു പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. വിത്തൗട്ട് പ്ലസ് V4 ഉപയോഗിക്കുന്നതും വിത്തൗട്ട് ബീയിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നതും തമ്മിൽ എന്താണ് മെയിനായിട്ടുള്ള ഒരു ഡിഫറൻസ്? വിത്തൗട്ട് പ്ലസ് V4 ഉപയോഗിക്കുന്നത് ആക്റ്റീവ് ആക്ഷൻസിന് വേണ്ടിയിട്ടാണ്. ഹീ ലെഫ്റ്റ് വിത്തൗട്ട് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കാതെ അവൻ പോയി എന്നാണ്. ഹീ വെൻറ്റ്, ഹീ ആണ് സബ്ജക്റ്റ്, വെൻറ്റ് എന്നത് വേർബാണ്. അതുപോലെ തന്നെ വിത്തൗട്ട് ഈറ്റിംഗ്, കഴിക്കാതെ എന്ന് പറയുമ്പോൾ അതും ചെയ്തത് ഒരാൾ തന്നെയാണ്, ഒരേ സബ്ജക്റ്റ് തന്നെയാണ് അവിടെ. അത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയുന്നതിനാണ്. ഹീ വെൻറ്റ് വിത്തൗട്ട് ഈറ്റിംഗ്, ഹീ വെൻറ്റ് വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ, ഹീ വെൻറ്റ് വിത്തൗട്ട് ടോക്കിംഗ് ടു മീ. നോക്കൂ, അവിടെയൊക്കെ ആക്റ്റീവ് ആക്ഷൻസ് ആണ്, ഒരേ സബ്ജക്റ്റ് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ലെഫ്റ്റ് വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. അപ്പോൾ ഗുഡ് ബൈ പറയാതിരുന്നത് ആരാ? അദ്ദേഹം തന്നെയാണ്. പോയതാരാണ്? അദ്ദേഹം തന്നെയാണ്. ഹീ ലെഫ്റ്റ് വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ. ഹീ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. നോക്കൂ, വിത്തൗട്ട് ബീയിങ് നോട്ടീസ്, ആരും അദ്ദേഹത്തെ നോട്ടീസ് ചെയ്തില്ല. ഹീ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. അവിടെ നോക്കൂ, വിത്തൗട്ട് ബീയിങ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗം ഒരു പാസീവ് വോയിസ് കൺസ്ട്രക്ഷനാണ്. ഹീ വെൻറ്റ്, അദ്ദേഹം പോയി. വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ്, നോട്ടീസ് ചെയ്യപ്പെടാതെ. നോട്ടീസ് ചെയ്യേണ്ടതാരാണ്? മറ്റുള്ളവരല്ലേ. അതുകൊണ്ടാണ് വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ് എന്ന ആ ഒരു ഭാഗം ഒരു പാസീവ് വോയിസ് ഫോമാണ് അവിടെ. വിത്തൗട്ട് ബീയിങ് നോട്ടീസ്ഡ്. നോബഡി നോട്ടീസ്ഡ് ഹിം, ആരും നോട്ടീസ് ചെയ്തില്ല. പിന്നെ ഇത്തരം സെൻറ്റൻസുകൾ, ഇത്തരം ഗ്രാമർ പാറ്റേൺസ് ഉപയോഗിക്കുമ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത് വിത്തൗട്ട് കഴിഞ്ഞിട്ട് ടു പ്ലസ് വേർബ് ഉപയോഗിക്കാറുണ്ട് ചില ആളുകൾ. പക്ഷേ അത് തെറ്റാണ്. വിത്തൗട്ട് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V4 തന്നെയാണ്. വിത്തൗട്ട് പ്ലേയിങ് എന്നതിന് പകരം വിത്തൗട്ട് ടു പ്ലേ എന്ന് പറയാൻ പാടില്ല. വിത്തൗട്ട് സിംഗിങ്, പാടാതെ, അതിന് പകരം വിത്തൗട്ട് ടു സിംഗ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഇനി ഏതാണ് ഉപയോഗിക്കേണ്ടത്? വിത്തൗട്ട് പ്ലസ് V4 ആണോ, വിത്തൗട്ട് കഴിഞ്ഞിട്ട് ബീയിങ് പ്ലസ് V3 ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാക്കും? അതറിയാൻ ഒരു ചെറിയ ട്രിക്ക് ഉണ്ട്. ഈ രണ്ട് സെൻറ്റൻസുകൾ നോക്കൂ. ഹീ ടുക്ക് ദ കാർ വിത്തൗട്ട് ആസ്കിങ് മീ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ ടുക്ക് ദ കാർ വിത്തൗട്ട് ബീയിങ് ഗിവൺ പെർമിഷൻ. ഫസ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിത്തൗട്ട് പ്ലസ് V4 ആണ്, ആസ്കിങ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിത്തൗട്ട് ബീയിങ് പ്ലസ് V3 ആണ്. ആദ്യത്തെ സെൻറ്റൻസിൽ ഹീ ടുക്ക് ദ കാർ വിത്തൗട്ട് ആസ്കിങ് മീ എന്ന് പറയുമ്പോൾ എന്നോട് ചോദിക്കാതെ അവൻ കാർ എടുത്തു എന്നാണ്. ഇവിടെ എന്നോട് ചോദിക്കാതിരുന്നതും കാർ എടുത്തതും അവൻ തന്നെയാണ്, ഒരാൾ തന്നെയാണ് അവിടെ സബ്ജക്റ്റ്. നെക്സ്റ്റ് സെൻറ്റൻസിൽ ഹീ ടുക്ക് ദ കാർ വിത്തൗട്ട് ബീയിങ് ഗിവൺ പെർമിഷൻ. പെർമിഷൻ കൊടുക്കാതെ തന്നെ അവൻ കാർ എടുത്തു എന്നാണ് അടുത്ത സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ പെർമിഷൻ കൊടുക്കാതിരുന്നത് വേറൊരാളാണ്. ഹീ ടുക്ക് ദ കാർ എന്നത് അവനാണ് ചെയ്തത്, അവനാണ് കാർ എടുത്തത്. പക്ഷേ പെർമിഷൻ കൊടുക്കേണ്ടത് വേറൊരാളാണ്. രണ്ട് ആളുകളാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ബീയിങ് ഗിവൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ആ ഭാഗം വിത്തൗട്ട് ബീയിങ് ഗിവൺ എന്നത് ബീയിങ് ഗിവൺ പെർമിഷൻ എന്നത് പാസീവ് ഫോമിലെ ഒരു
സ്ട്രക്ചറാണ്. ഇനി അടുത്തത് ക്വിസ് ടൈം. ഷീ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ബ്ലാങ്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ഇവിടെ വർക്ക് എന്ന ഒരു വേർബ് കൊടുത്തിരിക്കുന്നു. ഏത് ഫോമാണ് അതിൻ്റെ വേണ്ടത്? 3 ഓപ്ഷൻസ് ഉണ്ട്. വിത്തൗട്ട് വർക്കിംഗ്, വിത്തൗട്ട് ബീയിങ് വർക്ക്, വിത്തൗട്ട് ടു വർക്ക്. ഷീ ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് വിത്തൗട്ട് വർക്കിംഗ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. നൈറ്റിൽ ലേറ്റായിട്ട് വർക്ക് ചെയ്യാതെ അവൾ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു. അവിടെ വിത്തൗട്ട് വർക്കിംഗ്. നെക്സ്റ്റ് വൺ, ഹീ സോൾവ്ഡ് ദ പസിൽ ബ്ലാങ്ക് ഈസിലി. സോൾവ് എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർബ്. വിത്തൗട്ട് സോൾവിങ്, വിത്തൗട്ട് ബീയിങ് സോൾവ്ഡ്, വിത്തൗട്ട് ടു സോൾവ്. ഹീ സോൾവ്ഡ് ദ പസിൽ വിത്തൗട്ട് ബീയിങ് സോൾവ്ഡ് ഈസിലി. മറ്റുള്ളവരൊന്നും സോൾവ് ചെയ്യാതിരുന്ന, ഈസി ആയിട്ട് സോൾവ് ചെയ്യാതിരുന്ന പസിൽ അദ്ദേഹം സോൾവ് ചെയ്തു. ദ തീഫ് എസ്കേപ്ഡ് ബ്ലാങ്ക് സി ബൈ ദ സെക്യൂരിറ്റി ഗാർഡ്. വിത്തൗട്ട് സീയിങ്, വിത്തൗട്ട് ബീയിങ് സീൻ, വിത്തൗട്ട് ടു സീ. The thief escaped without being seen by the security guard. Security guard കാണാതെ the thief escaped, കള്ളൻ രക്ഷപ്പെട്ടു. ഇത്തരം പാറ്റേൺസ് പ്രാക്ടീസ് ചെയ്യൂ. 2 എക്സാമ്പിൾസ് കമൻറ്റ് ബോക്സിൽ എഴുതൂ. ഒന്ന് വിത്തൗട്ട് പ്ലസ് V4 ഉപയോഗിച്ചുകൊണ്ട്, വേറൊന്ന് വിത്തൗട്ട് ബീയിങ് പ്ലസ് V3 ഉപയോഗിച്ചുകൊണ്ട്. താങ്ക് യു.